കടന്നതോടെ അവരുടെ സൗഹൃദത്തിന് വെല്ലുവിളി നേരിട്ടു. ഗോവിന്ദിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു നിഗൂഢതയോടെ ഗീതു ആകർഷകമായിരുന്നു. രാധികയും വരുണും തുടക്കത്തിൽ അവളെ അവരുടെ വൃത്തത്തിലേക്ക് സ്വാഗതം ചെയ്തു, അവൾ വരുത്തുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അറിയാതെ. ഗോവിന്ദ് ഗീതുവുമായി കൂടുതൽ അടുക്കുമ്പോൾ രാധികയും വരുണും തങ്ങളുടെ സുഹൃത്തിൽ ഒരു മാറ്റം നിരീക്ഷിച്ചു. അവൻ ഗീതുവിന്റെ കൂട്ടുകെട്ടിൽ വ്യാപൃതനായി അകന്നിരിക്കുന്നതായി തോന്നി. ഒരു ദിവസം ടെൻഷൻ അതിന്റെ പാരമ്യത്തിലെത്തി. ഗോവിന്ദും ഗീതുവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുമ്പോൾ രാധികയും വരുണും ഗോവിന്ദിന്റെ മുറിയിലായിരുന്നു. ഒടുവിൽ തനിക്കുവേണ്ടി എഴുന്നേറ്റ ഗോവിന്ദ് ഗീതുവിനോട് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ രാധികയ്ക്ക് ഒരു സംതൃപ്തി അനുഭവിക്കാതിരിക്കാനായില്ല. വരുൺ സമ്മതത്തോടെ തലയാട്ടി. അവരുടെ നിശബ്ദ പിന്തുണ പ്രകടമായിരുന്നു. അവരുടെ ആശ്വാസം ഹ്രസ്വകാലമായിരുന്നു. ഗീതുവിന്റെ രോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ ഗോവിന്ദിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളുടെ ദേഷ്യം ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു. രാധികയും വരുണും ആശയക്കുഴപ്പത്തിലായ നോട്ടങ്ങൾ കൈമാറി. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ല. അവരെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവ് വരെ മിനിറ്റുകൾ മണിക്കൂറുകൾ പോലെ കടന്നുപോയി. ഗീതു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ എന്തോ ഗൂഢാലോചന നടത്തുകയായിരുന്നു. അതിൽ ഗോവിന്ദും ഉൾപ്പെട്ടിരുന്നു. ഏറ്റവും മോശം സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം തുടിച്ചു. രാധികയും വരുണും ഭയന്ന് ഗോവിന്ദിന്റെ മുറിയിലേക്ക് പാഞ്ഞു. അവർ അടുത്തെത്തിയപ്പോൾ വിഷം തുളുമ്പുന്ന ഗീതുവിന്റെ ശബ്ദവും അവളെ സമാധാനിപ്പിക്കാനുള്ള ഗോവിന്ദിന്റെ ശ്രമങ്ങളും അവർ കേട്ടു. ശബ്ദം രാധികയെ മരവിപ്പിച്ചു. ഗീതുവിന്റെ അടുത്ത് ഗോവിന്ദിനോട് അടുക്കുന്നതും അവളുടെ കണ്ണുകളിൽ ക്രോധവും അഭിനിവേശവും കലർന്നതും കണ്ട് മുറിയിലേക്ക് പൊട്ടിത്തെറിച്ചപ്പോൾ അവരുടെ സന്തോഷം ഭയമായി മാറി. ആ കാഴ്ച കണ്ട് രാധികയുടെ ഹൃദയം പിടഞ്ഞു. അവളെ സമാധാനിപ്പിക്കുന്നതിനും തള്ളുന്നതിനും ഇടയിൽ ഗോവിന്ദ് വിഷമിച്ചിരിക്കുന്നതായി തോന്നി. രാധികയും വരുണും ഇടപെടാൻ ശ്രമിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ നിരാശ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഗീതുവിനെ നിർത്താനും യുക്തിസഹമായി ചിന്തിക്കാനും അവർ അപേക്ഷിച്ചു. പക്ഷേ അവൾ യുക്തിക്ക് അതീതയായിരുന്നു. ദയയ്ക്കും അസ്വസ്ഥതയ്ക്കും ഇടയിലുള്ള വടംവലിയിൽ അകപ്പെട്ട ഗോവിന്ദ് നിസ്സഹായ ഭാവത്തോടെ കൂട്ടുകാരെ നോക്കി. അതികഠിനമായ പ്രയത്നത്താൽ ഗീതുവിനെ വലിച്ചിഴക്കാൻ രാധികയ്ക്ക് കഴിഞ്ഞു. അവൾക്കും ഗോവിന്ദിനും ഇടയിൽ ശാരീരിക തടസ്സം സൃഷ്ടിച്ചു. വരുൺ വേഗത്തിൽ ഗോവിന്ദിനെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. ഗീതുവിനെ ദേഷ്യം കൊണ്ട് വീർപ്പുമുട്ടി. പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ പരിതാപകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. രാധികയുടെയും വരുണിന്റെയും സമയോചിതമായ ഇടപെടലിന് ഗോവിന്ദ് നന്ദിയുള്ളവനായിരുന്നു. പക്ഷേ സംഭവം അസ്വസ്ഥത സൃഷ്ടിച്ചു. ഗീതുവിന്റെ അഭിനിവേശം അവരുടെ സൗഹൃദം ഉലച്ചിരുന്നു.